ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിയാലോ. ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെത്തി ചെറുതാക്കി ഞുറുക്കി കഴുകിയെടുക്കാം. മത്തങ്ങ എല്ലാം ഞുറുക്കി കഴുകി കുക്കറിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വെച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പച്ചമുളക്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങ. ഇത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. നമ്മൾ മത്തങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത് വെക്കാം. ഉടയാത്ത മത്തങ്ങ കഷ്ണമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടയാത്ത മത്തങ്ങ കഷ്ണമൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി വാങ്ങി വെച്ചിട്ട് ഇതിന് ആവശ്യമായ വറവ് തയ്യാറാക്കാം. ഇത് വെച്ചാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ചേർത്ത് വെച്ചിട്ടുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്ക് കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിക്കകത്തേക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.